നിങ്ങൾ നോക്കൂ, ഇപ്പോഴിതാ പലരെയും അവരുടെ മരണം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ് 10,000-കണക്കിന് പേജുകളുള്ള റിപ്പോർട്ടുകളുടെ പരിശോധനയും കോടതി കൂടലും അതുപോലെ തന്നെ പരിശോധനാ ചാർട്ടുകൾ പരിശോധിക്കലും കറാമത്തുകളൊക്കെ പരിശോധിക്കലും കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരമ്മയെ വിശുദ്ധയായി ചിത്രീകരിച്ചു, സാലിഹത്തായി ചിത്രീകരിച്ചു. അവരെ മാധ്യസ്ഥത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഖബറിടം തേടി ക്രിസ്ത്യാനികൾ പോകുന്നു. അവരോട് വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു. വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ ഈ അടുത്ത കാലത്തെ മാർപ്പാപ്പക്ക് കഴിഞ്ഞുള്ളൂ. എത്രയോ കൊല്ലം കഴിഞ്ഞോ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ. ആ പോപ്പ് സംസ്കാരം, ആ പാതിരി സംസ്കാരം, ആ പൗരോഹിത്യം ഇസ്ലാമിലില്ലേ ഇല്ല. എന്നിട്ട് പോലും ചില ആളുകൾ കഥാ കടലിൽ നിന്നൊരു വിരല് കിട്ടിയാൽ മതി, ഒരു കൈപ്പത്തി കിട്ടിയാൽ മതി, ഒരു കാൽമുട്ടിന്റെ കഷണം കിട്ടിയാൽ മതി, ഒരു ശവശരീരം മുസ്ലിമാണോ അല്ലേ എന്നത് പോലും നോക്കേണ്ടതില്ല. ബഹറിന്നൊഴുകി എത്തിയ ബീവിയാൾ ഇസ്മീനെ അറിയൂല ആരാലും. പേരറിയാത്ത, ഊരറിയാത്ത, നാടറിയാത്ത ഒരു പെണ്ണിന്റെ ശവശരീരം പൊന്നാനിയിലെ മുനമ്പത്ത് കടപ്പുറത്ത് വന്ന് അടിഞ്ഞപ്പോ ഒരു മാസക്കാലമായിട്ട് അതിനെ ഒന്ന് കുഴിച്ചു മൂടാൻ വരെ കഴിയാതെ, മൂക്ക് പൊത്തിക്കൊണ്ട് ദുർഗന്ധം സഹിക്കാതെ ആർക്കൊക്കെയോ കള്ളു വാങ്ങി കൊടുത്തുകൊണ്ട് ആ ശവം അടക്കം ചെയ്തിട്ട് ബീവി ഫാത്തിമത്തു സുഹ്റ എന്ന പേരിട്ടിട്ട് ഇവിടെയുള്ള ചില പോപ്പുമാര് വിശുദ്ധ പ്രഖ്യാപനം നടത്തിപ്പോയി. അവർക്കൊക്കെ അത്രയേ വേണ്ടൂ വിശുദ്ധയാക്കാൻ. ഇസ്ലാമികമായി യാതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ശിർക്കിന്റെയും കുഫറിന്റെയും പ്രചാരകരായ പോപ്പുമാർക്കും പാതിരിമാർക്കും ഒക്കെ പോലും അവരുടെ ചില ആളുകളെ വിശുദ്ധയാക്കാൻ കൊല്ലങ്ങളുടെ പഠനവും പരിശോധനയും കോടതി കൂടലും പിരിയലും അന്വേഷണങ്ങളുമൊക്കെ വേണ്ടി വന്നുവെങ്കിൽ ഈ സമുദായത്തിലെ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരൊറ്റ ശവശരീരം കരക്കടിഞ്ഞപ്പോഴേക്ക് അത് വലിയ മഹതിയാണ്. ഒരു പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ നിലക്കും ഒരു പേരും അറിയില്ലെങ്കിലും ശുഹ്റത്തിനൊട്ടും കുറവില്ലെന്ന് പറഞ്ഞിട്ട് സന്ദർശിക്കൂ, പുണ്യം നേടൂ, അനുഗ്രഹീതരാവൂ എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത ഉലമാക്കളെ, അത് വായിച്ച് നിർവൃതിയടഞ്ഞ് അതിലൊന്നും ആക്ഷേപിക്കേണ്ടെന്ന് പറഞ്ഞ ഉമറാക്കളെ, ചിന്തിച്ചു നോക്കിയോ ഈ സമുദായത്തിന് ഒരാളെ അങ്ങനെ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാൻ, കുട്ടിയെയില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുമെന്ന് പറയാൻ, രോഗശമനത്തിന് വകുപ്പുണ്ടെന്ന് പറയാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ? അത്